നമസ്കാരം. ഇന്ന് പ്രാണപ്രതിഷ്ഠയായിരുന്നു. ക്ഷേത്രത്തിന്റെ വാതിൽ ആദ്യമായി ലോകത്തിന് മുഴുവൻ ദൃശ്യവിസ്മയമായി തുറക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ മീഡിയ കവറേജ് ലഭിച്ച ഒരു അത്ഭുതം തന്നെയായിരുന്നു അയോധ്യയിലെ രാമപ്രതിഷ്ഠ. ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ മഹാക്ഷേത്രത്തെക്കുറിച്ച് പല കാര്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയുണ്ടായി. കണ്ണുകൾക്ക് വിശ്വസിക്കാനാകാതെ ഏവരും ഞെട്ടി. ഈ കാര്യം എന്താണ് എന്നും എന്താണ് അയോധ്യ ക്ഷേത്രത്തിൽ സംഭവിച്ചത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം ക്ഷേത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അയോധ്യ ക്ഷേത്രം 3 നിലകളിലാണ് നിലകൊള്ളുന്നത്. പിങ്ക് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാം. രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകമായ കല്ലുകൾ. ഏകദേശം 1800 കോടി ചിലവാണ് ക്ഷേത്രത്തിന് നിർമ്മാണത്തിനായി വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഏകദേശ കണക്കാകുന്നു. 71 ഏക്കറിലാണ് ഈ മഹാക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. 250 അടി വീതിയും 161 അടി ഉയരവും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്ര പരിസരം 2.67 ഏക്കറിലാണ് നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിന്റെ പരിസരം 2.67 ഏക്കറിലാണ് നിലകൊള്ളുന്നത്. ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ 390 തൂണുകളുണ്ട്, 46 പ്രവേശന കവാടങ്ങൾ, 5 മണ്ഡപങ്ങളും വരുന്നു. ഇത്രയേറെ വിപുലമായ ഒരു ക്ഷേത്രമാണ് അയോധ്യയിലെ രാമക്ഷേത്രം. കൂടാതെ മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട്. 32 പടികൾ. ഓരോ ഭക്തരും 32 പടികൾ ചവിട്ടിയതിന് ശേഷമാണ് സിംഗ്ദ്വാരിൽ എത്തുന്നത്. ഏകദേശം 16.11 ഫീറ്റ് ഉയരം ഇവർ കയറുന്നതാകുന്നു. ഇങ്ങനെ കയറുവാൻ സാധിക്കാത്തവർക്ക് റാമ്പുകളും ലിഫ്റ്റുകളും ലഭ്യമാണ്. പ്രായമായവർക്കും മറ്റു ബുദ്ധിമുട്ടുകളുള്ളവർക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ ക്ഷേത്രത്തിലെത്തുന്ന ഏവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ വേഗം തന്നെ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹാഋഷിമാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൽ മഹാഋഷിമാർക്കുള്ള സെപ്പറേറ്റ് ചെറുക്ഷേത്രങ്ങൾ ഉണ്ട്. അത് ഒരു പ്രത്യേകത തന്നെയാകുന്നു. മഹാഋഷി വാൽമീകിക്കും മഹാഋഷി വശിഷ്ഠർക്കും മഹാഋഷി വിശ്വാമിത്രനും മഹാഋഷി അഗസ്ത്യർക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 25,000 പേർക്ക് വൈദ്യസഹായത്തിനും ലോക്ക് സൗകര്യത്തിനും ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് തന്നെ ഉണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്ഷേത്രത്തിൽ സംഭവിക്കുന്ന ഞെട്ടിക്കുന്ന അത്ഭുതത്തെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. പ്രത്യേകിച്ചും രാമനവമി ദിവസമാണ് ഈ അത്ഭുതം ഈ ക്ഷേത്രത്തിൽ പ്രകടമാവുക. മഹാത്ഭുതമാണ് എന്ന് തന്നെ പറയാം. എല്ലാ രാമനവമി ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് സൂര്യരശ്മികൾ ഉപയോഗിച്ച് ഭഗവാന്റെ തിരുനെറ്റിയിൽ വെളിച്ചം വരുന്നതാകുന്നു. ഇപ്രകാരം ആദ്യമായി വെളിച്ചം വരാൻ പോകുന്നത് മാർച്ച് 29 ആണ്. ഈ ദിവസം ഇത്തരത്തിൽ ഒരു അത്ഭുതകരമായ കാര്യം നമുക്ക് ദൃശ്യമാകും എന്ന് തന്നെ പറയാം. അതിനാൽ രാമനവമി ദിവസം അത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ മറ്റൊരു പ്രത്യേകതയും ക്ഷേത്രത്തിലുണ്ട്. ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്ന വലിയ ഒരു പാറയും ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. സീതാദേവിയെ രാവണൻ അശോകവതിയിൽ തടവിൽ ആക്കിയിടത്തു നിന്നുമാണ് ഇവ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതും പ്രാധാന്യം ഇരട്ടിപ്പിക്കുന്നതാകുന്നു. അതിനാൽ ഈ പാറ കാണുന്നത് പോലും അത്ഭുതകരമാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുവാൻ സാധിക്കുന്നത് ഇരുമ്പില്ലാതെ ക്ഷേത്രം നിർമ്മിച്ചു എന്ന കാര്യമാകുന്നു. ഈ ക്ഷേത്ര നിർമ്മിതിയിൽ ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. 1000 വർഷത്തോളം കേടുപാടുകൾ വരാത്ത രീതിയിൽ
ഈ ക്ഷേത്രം നിലകൊള്ളും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. അത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ മറ്റു ചില പ്രത്യേകതകളും ക്ഷേത്രത്തിലുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. രാമക്ഷേത്രത്തിൽ മറ്റ് പ്രധാന പ്രതിഷ്ഠകളും കാണുവാൻ സാധിക്കുന്നതാകുന്നു. ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ചതുരാകൃതിയിൽ പരിക്രമണം ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു. അത് ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പരിക്രമണം ചെയ്യുന്ന അവസരത്തിൽ ഭഗവതിയുടെയും പരമശിവന്റെയും അതേപോലെ സൂര്യഭഗവാന്റെയും ഗണേശ പ്രതിഷ്ഠകളും ഏവർക്കും എല്ലാ ഭക്തർക്കും കാണുവാൻ സാധിക്കുന്നതാകുന്നു. കൂടാതെ വടക്ക് ഭാഗത്ത് അന്നപൂർണ ദേവിയുടെ ദർശനവും എല്ലാ ഭക്തർക്കും ലഭിക്കുന്നതാകുന്നു. കൂടാതെ തെക്ക് ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുണ്ട്, ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ ദർശനം ഈ ദിശയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതുമാകുന്നു. അത്രമേൽ പ്രാധാന്യം എല്ലാ പ്രതിഷ്ഠകൾക്കും ക്ഷേത്ര നിർമ്മാണത്തിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു വിശേഷപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. 2587 സ്ഥലങ്ങളിൽ നിന്നും അഥവാ പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് അഥവാ സവിശേഷമായ മണ്ണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പുണ്യ മണ്ണിന്റെ മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. അതും വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു. കൂടാതെ ഓരോ കല്ലിലും ശ്രീറാം എന്ന് എഴുതിയിട്ടുമുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ നിരവധിയാർന്ന സവിശേഷതകൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ഈ അത്ഭുതകരമായ കാര്യം രാമനവമിയുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്ന ആ അത്ഭുതകരമായ കാര്യം സവിശേഷത തന്നെയാകുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കും.